നമസ്കാരം. രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന കർഷക സമൂഹത്തിന്റെ സുസ്ഥിരമായ നിലനിൽപ്പിനും അവരുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതിനുമായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഏറ്റവും ജനപ്രിയവും വിജയകരവുമായ പദ്ധതികളിലൊന്നാണ് PM കിസാൻ സമ്മാൻ നിധി. ഓരോ കർഷക കുടുംബത്തിനും തങ്ങളുടെ കൃഷി ആവശ്യങ്ങൾ കൃത്യസമയത്ത് നിർവഹിക്കുന്നതിനായി വർഷത്തിൽ 3 തവണകളായി ധനസഹായം നൽകുന്ന ഈ പദ്ധതിയുടെ ഏറ്റവും പുതിയതും ചരിത്രപരവുമായ ഒരു സുപ്രധാന പ്രഖ്യാപനം ഇപ്പോൾ ഔദ്യോഗികമായി പുറത്തുവന്നിരിക്കുകയാണ്. മുൻപ് ലഭിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യങ്ങളുടെ തുടർച്ചയായി കർഷകരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വളം, വിത്ത്, കീടനാശിനികൾ തുടങ്ങിയവ വാങ്ങുന്നതിനുള്ള പിന്തുണയായി ഈ സമയത്തെത്തുന്ന തുക കാർഷിക മേഖലയ്ക്ക് വലിയൊരു ഉണർവ് സമ്മാനിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. സാധാരണക്കാരായ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് പണമെത്തുന്ന ഈ പദ്ധതി ഡിജിറ്റൽ ഇന്ത്യയുടെയും ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ അഥവാ DBT സംവിധാനം വഴി നേരിട്ടുള്ള പണമിടപാടിന്റെയും ഏറ്റവും മികച്ച മാതൃകയായിട്ടാണ് ഈ തുക വിതരണം ആഗോളതലത്തിൽ തന്നെ വിലയിരുത്തപ്പെടുന്നത്. ഇടനിലക്കാരുടെ ചൂഷണമില്ലാതെ അർഹരിലേക്ക് കൃത്യമായി സഹായം എത്തിക്കാൻ സാധിക്കുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത. ഈ വരുന്ന ജൂൺ മാസം 20-ാം തീയതി, അതായത് ഈ ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് കൃത്യം 3:45 മണിക്ക് ഈ വൻകിട പദ്ധതിയുടെ ധനസഹായ വിതരണത്തിന് രാജ്യത്ത് ഔദ്യോഗികമായി തുടക്കം കുറിക്കുകയാണ്. പശ്ചിമ ബംഗാളിൽ വെച്ച് നടക്കുന്ന ദേശീയ തലത്തിലുള്ള ഒരു സവിശേഷ ചടങ്ങിൽ വെച്ചായിരിക്കും കേന്ദ്ര സർക്കാർ ഈ തുകയുടെ വിതരണോദ്ഘാടനം നിർവഹിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നേരിട്ടുള്ള പണമിടപാട് പ്രക്രിയകളിലൊന്നായി മാറാൻ പോകുന്ന ഈ വിതരണത്തിലൂടെ ഒരൊറ്റ ബട്ടൺ ക്ലിക്കിൽ കോടിക്കണക്കിന് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഒരേ സമയം തുക കൈമാറ്റം ചെയ്യപ്പെടുന്നത്. സാങ്കേതിക വിദ്യയുടെ അത്യാധുനികമായ സഹായത്തോടെ നടപ്പിലാക്കുന്ന ഈ സുതാര്യമായ നടപടി ശനിയാഴ്ച വൈകുന്നേരത്തോടെ രാജ്യത്തുടനീളമുള്ള കാർഷിക ഗ്രാമങ്ങളിൽ വലിയ സന്തോഷത്തിന് വഴി തുറക്കുമെന്നും കർഷകരുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വലിയൊരു താങ്ങാകുമെന്നും കേന്ദ്ര മന്ത്രാലയം പ്രത്യാശ പ്രകടിപ്പിക്കുന്നു. കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇത് PM കിസാൻ പദ്ധതിയുടെ ഭാഗമായി ലഭിക്കുന്ന 23-ാമത്തെ ഗഡുവാണ്. എന്നാൽ ഇതിന്റെ തുടർച്ചയെയും വമ്പിച്ച വിജയത്തെയുമാണ് ഇത് കാണിക്കുന്നത്. മുൻപത്തെ 22 തവണകളായി 44,000 രൂപ വീതം ഇതിനകം തന്നെ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് വിജയകരമായും സുതാര്യമായും കൈമാറി കഴിഞ്ഞിട്ടുണ്ട് എന്ന വസ്തുത ഈ പദ്ധതിയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നു. ഇത്തവണത്തെ ഈ ബൃഹത് വിതരണത്തിലൂടെ കേരളത്തിൽ മാത്രം ഏകദേശം 27 ലക്ഷത്തോളം വരുന്ന മലയാളി കർഷക കുടുംബങ്ങളിലേക്കാണ് ഈ കൃത്യമായ ധനസഹായം നേരിട്ടെത്താൻ പോകുന്നത്. സംസ്ഥാനത്തെ കാർഷിക മേഖല നേരിടുന്ന പലവിധ കാലാവസ്ഥാ വ്യതിയാനങ്ങളും വിപണിയിലെ വിലയിടിവ് പോലുള്ള പ്രതിസന്ധികൾക്കുമിടയിലും കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ടെത്തുന്ന ഈ 2,000 രൂപ മലയാളി കുടുംബങ്ങൾക്ക് വലിയൊരു ആശ്വാസവും കൃഷി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പുതിയൊരു ഊർജവുമായി മാറും. കാർഷിക മേഖലയെ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ പുതുതായി കൊണ്ടുവരുന്ന അഗ്രിസ്റ്റാക്ക് ഫാമേഴ്സ് രജിസ്റ്റർ വഴിയുള്ള കർഷക ID നിർബന്ധമാക്കുന്നതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കർഷകർക്കിടയിൽ വലിയ രീതിയിലുള്ള ആശങ്കകൾ നിലനിന്നിരുന്നു. കർഷകരുടെ ഭൂമിയുടെ വിവരങ്ങളും വ്യക്തിഗത വിവരങ്ങളും അടങ്ങുന്ന ഈ ഡിജിറ്റൽ ID ലഭിക്കുന്നതിന് വില്ലേജ് ഓഫീസുകൾ വഴിയും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും കൃത്യമായ വേരിഫിക്കേഷൻ നടപടികൾ ആവശ്യമായതുകൊണ്ട് തന്നെ സാങ്കേതിക തടസ്സങ്ങൾ കാരണം പലർക്കും ഇതുവരെയും ഇത് ലഭ്യമായിരുന്നില്ല. എന്നാൽ ഇത്തവണത്തെ ധനസഹായ വിതരണത്തിൽ കർഷകർക്ക് വലിയ ആശ്വാസം നൽകിക്കൊണ്ട് സാങ്കേതിക കാരണങ്ങളാൽ ഇതുവരെ കർഷക ID എടുക്കാൻ സാധിക്കാത്തവർക്കും അപേക്ഷ നൽകിയിട്ടും കർഷക ID അപ്രൂവൽ ആകാത്തവർക്കും തുക തടസ്സമില്ലാതെ ലഭിക്കുമെന്ന് അധികൃതർ ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടുണ്ട്. യാതൊരുവിധ സാങ്കേതിക തടസ്സങ്ങളും കൂടാതെ അർഹരായ എല്ലാ കർഷകരിലേക്കും തുക എത്തിക്കുക എന്ന സർക്കാരിന്റെ ഉദാരമായ നിലപാടാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഈ ധനസഹായം യാതൊരു തടസ്സവുമില്ലാതെ നിങ്ങളുടെ കൈകളിൽ ലഭിക്കുന്നതിനായി കർഷകരുടെ ഭാഗത്തു നിന്നും അടിയന്തരമായി ശ്രദ്ധിക്കേണ്ട ചില സാങ്കേതിക കാര്യങ്ങളുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി കൃത്യമായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്ന് ഒരിക്കൽ കൂടി ഉറപ്പുവരുത്തുക എന്നതാണ്. കാരണം ആധാർ അധിഷ്ഠിതമായിട്ടുള്ള DBT സംവിധാനം വഴിയാണ് പണം കൈമാറുന്നത്. രണ്ടാമതായി, മുൻപ് വിജയകരമായി ഈ KYC പൂർത്തിയാക്കിയിട്ടുള്ളവർ അത് വീണ്ടും ചെയ്യേണ്ടതില്ലെങ്കിലും ദീർഘനാളായി ഇടപാടുകൾ നടത്താത്തത് മൂലമോ മറ്റ് ബാങ്ക് നിയമങ്ങൾ പാലിക്കാത്തത് മൂലമോ നിങ്ങളുടെ അക്കൗണ്ട് മരവിച്ച അവസ്ഥയിലാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അക്കൗണ്ട് മരവിച്ച അവസ്ഥയിലാണെങ്കിൽ പോലും സർക്കാർ അയക്കുന്ന തുക അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുമെങ്കിലും നിങ്ങൾക്കത് ATM വഴിയോ ചെക്ക് വഴിയോ ബാങ്കിൽ നേരിട്ടെത്തിയോ പിൻവലിക്കാൻ സാധിക്കാതെ വരും എന്നതിനാൽ ഈ പ്രശ്നങ്ങൾ ബാങ്കുമായി ബന്ധപ്പെട്ട് മുൻകൂട്ടി പരിഹരിക്കേണ്ടതാണ്. ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് കേന്ദ്ര സർക്കാർ ഡിജിറ്റൽ സംവിധാനത്തിലൂടെ തുകയൊന്നിച്ച് റിലീസ് ചെയ്യുമെങ്കിലും രാജ്യത്തെ എല്ലാ ഗുണഭോക്താക്കളുടെയും അക്കൗണ്ടുകളിലേക്ക് ഒരേ സെക്കൻഡിൽ പണം എത്തിച്ചേരണമെന്നില്ല എന്ന കാര്യം കർഷകർ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഓരോരുത്തരും ഉപയോഗിക്കുന്ന ബാങ്കുകളുടെ സെർവർ ശേഷിയും അവധി ദിവസങ്ങളിലെ സാങ്കേതിക പ്രക്രിയകളും അനുസരിച്ച് പണം അക്കൗണ്ടിൽ കാണിക്കുന്നതിന് മണിക്കൂറുകളുടെയോ അല്ലെങ്കിൽ 1-2 ദിവസങ്ങളുടെ വ്യത്യാസം സ്വാഭാവികമായും ഉണ്ടായേക്കാം. മുൻ വർഷങ്ങളിലെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ചിലർക്ക് തുക ലഭിക്കാൻ അല്പം താമസം നേരിട്ടാലും പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും അർഹരായ എല്ലാവർക്കും തുക ഉറപ്പായും ലഭിക്കുമെന്നും കൃഷി മന്ത്രാലയ അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. അതിനാൽ PM കിസാൻ ആനുകൂല്യത്തിന് അർഹരായ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കർഷക ഗ്രൂപ്പുകളിലേക്കും ഈ വാർത്ത പരമാവധി ഷെയർ ചെയ്ത് എത്തിക്കാനും കൃത്യമായ ഇത്തരം വിവരങ്ങൾ യഥാസമയം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്
ഫോളോ ചെയ്യാനും മറക്കരുത്.